ഏതവനായത് മാള്? ഹലോ, ആരാ? എടോ കള്ള മുട്ടയെ ഞാനാടോ. എടാ സ്ലൈഡോ, നീയായിരുന്നോ? എടാ ഇന്നലെ രാത്രി നീ എവിടെടാ മുങ്ങിയത്? എടോ ഞാൻ മുങ്ങിയതല്ല, എന്നെ പൊക്കിയതാ. പൊക്കിയോ? എടോ എന്നെ പോലീസ് പിടിച്ചോളൂ. പോലീസ് പിടിച്ചെന്നോ? തനിക്കൊന്നും അറിയില്ലല്ലേ? എടോ ഇങ്ങനത്തെ ഒരു റോബറി ഓപ്പറേറ്റ് ചെയ്യാൻ വരുമ്പോ കട്ട വണ്ടിയായിട്ടാണോ പറഞ്ഞേ? തന്നോട് ഒരു വണ്ടി അറേഞ്ച് ചെയ്യാനല്ല ഞാൻ പറഞ്ഞേ, മോട്ടിച്ചോണ്ടിരാൻ ഞാൻ പറഞ്ഞ. അതാണ്ട് കിടക്കുന്നു. എടാ ഒരു വണ്ടി അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാ, എടാ ഒരു കള്ളനായി ഞാൻ ഷോറൂമിൽ ചെന്ന് ഒരു പുതിയ വണ്ടി വാങ്ങി നാരക വെച്ച് ഉരുട്ടി ഇറക്കി കൊണ്ടുവരുമെന്നാണോ നീ വിചാരിച്ചത്? എടോ എന്നാ പിന്നെ ഇത് മോട്ടിച്ച വണ്ടിയാന്ന് എന്നോട് തൊലിക്കാൻ പാടില്ലായിരുന്ന? ഇതെല്ലാം പോരാണ്ട് തനിക്ക് കക്കാൻ പോണേന്റെ തന്നെ ഒടുക്കത്തെ ഭക്തി. എടാ അത് പിന്നെ നിനക്കറിയാമല്ലോ, ഞാൻ ഏതൊരു വർക്കിന് പോകുമ്പോഴും പള്ളിയിൽ ചെന്നൊരു മെഴുതിരി കത്തിച്ചിട്ടേ പോകും. അതൊരു പ്രത്യേക ധൈര്യമാ. എടോ താൻ എന്നെ അവിടെ എടുത്തിട്ട് മെഴുതിരി ഉണ്ടാക്കാൻ പോയില്ലേ? ആ സമയത്ത് പോലീസിൽ പടവും ചവിട്ടി. മോഷ്ടിച്ച വണ്ടിയായിട്ട് നിന്ന് എന്നെ അവർ തൂക്കി. അയ്യോ കർത്താവേ. എടോ 5 മിനിറ്റ് വരാന്ന് പറഞ്ഞു പോയാ താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ഇന്നലെ പള്ളിയിൽ ചെന്ന് മെഴുതിരി കത്തിച്ച് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കായിരുന്നു. സൂക്ഷിച്ചോക്കെ ഒരു പണ്ടാരപ്പെട്ടി. അത് കണ്ടപ്പോ എന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം, ഒരു ജനശേഷം. ദൈവത്തിന്റെ കാശല്ലേ, സത്യമുള്ള കാശല്ലേ, അത് ഇട്ടച്ച് പോരാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനെടുത്തോണ്ടേക്ക് പോരെ. അതോട് തൊണ്ടപ്പോ നിന്നെ കണ്ടില്ല. എടോ തനിക്കെന്നാ പിന്നെ ഈ ഭണ്ഡാരവും കുത്തി തുറന്ന് ഇവിടെ എങ്ങാനും ജീവിച്ചാ പോരായിരുന്നു? തന്റെ നാട്ടില് തമ്പാം ഫിനാൻസ് ഉണ്ട്, അത് കൊള്ളയടിക്കണമെന്ന് പറഞ്ഞ് എന്നെയും കൂടെ കെട്ടിയെടുത്തെന്തിനാ? എടാ ഒരു സ്ലൈഡ് കൊണ്ട് ഏത് പൂട്ടും തുറക്കാനുള്ള വിദ്യ നിനക്കല്ലേ അറിയത്തുള്ളൂ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വർക്കിന് ഇറങ്ങുന്നത്. പിന്നെ നിന്റെ ബ്രെയിനൂടാകുമ്പം ഞാൻ വേറെ അബദ്ധത്തിനും എടുത്തി ആടത്തുമില്ല. തന്നെ പരിചയപ്പെട്ടാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. എന്നിട്ട് ഇപ്പൊ എന്തായി? എടോ ഇന്നേ വരെ ഒരു കേസിന് പോലും പിടിക്കപ്പെടാത്ത ഞാൻ ഇപ്പൊ ചീള് വണ്ടി മോഷണ കേസിന് ജയിലിൽ പോയേനെ. അതുകൊണ്ട് ഞാൻ ചാടി. ചാടിയോ? മിടുക്കൻ. ഇനി എന്നെ പൊക്കിയാൽ ഞാൻ എന്തായാലും തന്നെ ഇട്ട് കൊടുക്കും, ഉറപ്പാണ്. എടാ ചെയ്യല്ലടാ. എടാ ഇപ്പൊ പൊക്കിയാലേ അതാണ്ട് ഈ നേർച്ചപ്പെട്ടിയൂടെ അവൻ എന്റെ തലയിലാക്കും. അങ്ങനെ ചെയ്യണ്ടെങ്കിൽ താൻ എന്നെ ഇതിൽ നിന്നൊന്ന് ഊരിത്തരണം. താൻ എവിടെയാണ്? ഞാൻ നാട്ടിലില്ലല്ലോടാ മോനെ. ആ ഭണ്ഡാരത്തിൽ നിന്ന് കിട്ടിയ കാശായിട്ട് ഞാൻ സൂഹിക്കുകയാണല്ലേ? അയ്യോ അങ്ങനൊന്നുമില്ല, അതിനെ മാത്രമൊന്നും കിട്ടിയില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. താൻ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരണം. എനിക്ക് ഇവിടെ നിന്ന് മാറിയേ പറ്റൂ. മാറിയില്ല എങ്ങനെ? എടാ നമ്മുടെ പ്ലാൻ തമ്പാൻ ഫിനാൻസ് അടിക്കണ്ടേ? അത് ഞാൻ എന്തായാലും അടിക്കും. ഇനിയിപ്പോ താൻ ഇല്ലേലും ഞാൻ അടിച്ചിരിക്കും. ഇന്നേ വരെ ഞാൻ പ്ലാൻ ചെയ്ത ഒന്നും പാളിയിട്ടില്ല. അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ? ഞാൻ കൊണ്ടുപോയി നിന്റെ കൂടെ എന്താ വേണമെന്ന് വെച്ചാ പറ. എടോ എനിക്കിപ്പോ തൽക്കാലം ഇവിടെ നിന്ന് ചൂടാറണവരെ മാറിയിക്കണം. കുറച്ച് പൈസ വേണം. താൻ ആരോടെങ്കിലും ചോദിച്ചാൽ അറേഞ്ച് ചെയ്താ. അല്ല നിന്റെ ഈ വിൽക്കാനോ പണയം വെക്കാനോ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? എടോ എൻ്റെ ഒരു കാറുണ്ട്, അത് അടിച്ചോണ്ടേ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ചീള് വണ്ടി മോഷണ കേസൊക്കെ അറ്റൻഡ് ചെയ്യുമല്ലേ? എടോ താൻ കൊണക്കാണ്ട് കാര്യം പറ, എന്താ ചെയ്യാൻ പറ്റണം? വണ്ടി ഏതാ? എടോ ഒരു കോണ്ടസയാണ്, പക്ഷെ അതുമായിട്ട് കറങ്ങി നടക്കാൻ പറ്റില്ല. സ്കെച്ച് കിട്ടും. വണ്ടി കോണ്ടസല്ലേ? അതേടോ. വില്ലേജ് കാറാ. പാർട്സിനൊക്കെ നല്ല വില കിട്ടും. നീ ഒരു അല്പസമയം ഇരിക്കുന്നതാ. മോട്ടിച്ചോണ്ട് വരുന്ന വണ്ടി പൊളിച്ചു വെക്കുന്ന ഒരുത്ത നാട്ടിലുണ്ട്. അവനെ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. എന്നാ താ ഒരു കാര്യം ചെയ്യും, അവനെ കറക്റ്റ് ചെയ്ത് തന്നെ വിളിക്ക്. തൽക്കാലം ആരുടെയും കണ്ണിപ്പെടാണ്ട് ഈ വണ്ടി ഞാൻ എങ്ങോട്ടെങ്കിലും മാറ്റിയിടാം. ഓക്കെ ശരി, വിളിക്ക്. ബേബിയെ, വയറിളക്കത്തിന് എന്നായാലും ഒരു മരുന്ന് കാടാ. എന്നാ പറ്റടാ? വണ്ടി എടുത്തില്ലേ ഒന്ന്? അതൊക്കെ പറയാം, നീ പെട്ടെന്ന് നിൽക്കുക. ഒരു മരുന്ന് വരുന്നു. കുറച്ച് വെള്ളം എടുത്തോ. ചേട്ടാ വയറുവേനക്ക് എന്തൊട്ടേലും കുളിക്കണ്ടെങ്കിൽ തരുമോ? തരാം. അനിയൻ രാവിലെ ഹോട്ടലില്. ചേട്ടനവിടെ എന്തുവാ കഴിച്ചേ? കലക്കാച്ചി. കഴിച്ചു തുടങ്ങിയപ്പോ എനിക്കും തോന്നിയത് അതിനേതാണ്ട് പ്രശ്നമുണ്ടെന്ന്. വിശപ്പ് കാരണം ഒന്ന് അടിച്ച് കയറ്റുകയും ചെയ്തു. ചേട്ടൻ പണി കിട്ടിയോ? വിജയൻ സാറേ. പറഞ്ഞത് ടെൻഷൻ അടിക്കരുത്, ഒരു പ്രശ്നമുണ്ട്. അവൻ ചാടിപ്പോയി. എന്ത്? എടോ ആ പ്രതി ചാടിപ്പോയെന്ന്. ചാടിപ്പോവേ? അയ്യോ സാറേ, എങ്ങനെ? എന്താ ഉണ്ടായേ? എന്താ എങ്ങനെയാന്ന് പറയാനുള്ളൊരു അവസ്ഥയിലല്ല ഞാനിപ്പോ. താനാദ്യം പറയുന്ന ഒന്ന് കേക്ക്. സാറേ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക സാറേ? സാറേ ഞാനാണെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലോ സാറേ ഡ്യൂട്ടി അടക്കൊണ്ട് പോകുന്നത്. സാറേ പണി കിട്ടുമോ സാറേ? പണി കിട്ടുമോന്നോ? എടോ ഒരു പ്രതിയെ 2 പേര് കൊണ്ടുകൊണ്ടെടുത്ത് ഇപ്പൊ ഒരാളല്ലേ വന്നേക്കുന്നത്. ഡ്യൂട്ടിക്കിടെ പറയാണ്ട് പോയിന് തനിക്കും അത് അറിയിക്കാതെ എനിക്കും നല്ല പണി കിട്ടും. അതിന്റെ ഇടയ്ക്ക് പ്രതിയും കൂടെ ചാടിപ്പോയെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനാണെങ്കിൽ സർവീസ് കയറി കുറച്ച് കാലമായിട്ടുള്ളൂ സാറേ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പണി കൂടി കിട്ടിയ എന്റെ ജോലി എനിക്ക്. താൻ പുതിയ ആളാണ്, പരിചയക്കുറവിന്റെ പുറത്താണെന്നൊക്കെ പറയാം, പക്ഷെ എന്റെ കാര്യം അതാണോ? ഞാൻ സർവീസിൽ കയറിയിട്ട് 10-15 കൊല്ലമായി. എന്റെ ASA പ്രൊമോഷൻ ഒന്ന് റെഡി ആയിട്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഈ ഏടാകൂടം. അതുകൊണ്ട് ഞാൻ അവനെ എങ്ങനെയെങ്കിലും പിടിക്കും. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. സാറേ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രശ്നമാവല്ലേ ചെയ്യാ? എടോ
റിപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തനിക്ക് അറിയാലോ, ആ SIക്ക് ഒന്നാമത് എന്നോട് ചൊറിയാണ്. ആ ചൊറിയുടെ പുറത്ത് അയാൾ എന്റെ പ്രൊമോഷൻ എന്തായാലും കുളവാക്കും. എനിക്ക് സസ്പെൻഷനും കിട്ടും. എന്നോടുള്ള ചൊറിയുടെ പുറത്ത് തനിക്കും പണി കിട്ടും. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്താൽ ശരിയാവത്തില്ല. അയ്യോ സാറേ, എന്നാ സാറേ ഞാൻ അമ്മ ഇവിടെ ആരുടെ കാക്കി ഞാൻ അങ്ങോട്ട് വരട്ടെ സാറേ? താൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി എപ്പോൾ എത്താനാണ്? താൻ ഈ ടെൻഷൻ അടിക്കുന്നത് നിർത്ത്. ഈ ടെൻഷൻ അടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും താൻ തലയിൽ ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യം മാത്രം ഇപ്പൊ ചെയ്താൽ മതി. ശരി സാറേ. ആ, ഇങ്ങോട്ടൊന്നും പറയണ്ട, ശ്രദ്ധിച്ച് കേക്ക്. ഒരു ചുവന്ന കോണ്ടസാ, KL 7 AD 8057. ഈ കാർ മോഷ്ടിച്ചുകൊണ്ടാണ് അവൻ ഇവിടുത്തെ കടന്നു കളഞ്ഞേക്കുന്നത്. ഈ കാർ മോഷണ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് പണിയാ. അതുകൊണ്ട് താൻ സ്റ്റേഷനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാർ മോഷണ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് അന്വേഷിക്കണം. തഞ്ചത്തിൽ വിളിച്ച് അന്വേഷിക്കണം. ഒരു കാരണവശാലും ഞാൻ അന്വേഷിക്കാം സാറേ. അങ്ങനെ എന്തെങ്കിലും എന്നെ അറിയിക്കണം വിളിച്ച്. അയ്യോ സാറേ, സാറിപ്പോ എവിടെയാ? പൊക്കോണ്ടിരിക്കാം, വിളിക്കാം. സോറി സാറേ, മുട്ടിയിട്ടാ സാറേ. പൊട്ടിപ്പോയി അറിയാതെ. കഷ്ടകാലം അല്ലാതെ എന്തോ പറയാനാ. ഞാൻ എന്നാണേലും പോലീസ് സ്റ്റേഷൻ വരെ പോകാൻ നിൽക്കുക. നീയും എൻ്റെ കൂടെ വാ. നിന്റെ വണ്ടിയുടെ കാര്യം ഒന്ന് തിരക്കാമല്ലോ. സ്റ്റേഷനിൽ പോയാ അത് വേണ്ട കേട്ടോ. സ്റ്റേഷനിൽ പോയാൽ തമ്പാച്ചറിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് പ്രശ്നമാവും. എടാ, സ്റ്റേഷനിൽ പോയി തിരക്കാണ്ട് എങ്ങനെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയുന്നേ? എനിക്കറിഞ്ഞൂടാ. എന്തുവാ നിന്റെ ഫോണുണ്ടോ? ഇങ്ങടുത്ത്. എന്റെ ഫോണേ ഫോട്ടോക്കകത്തിരിക്കും. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഈ ഫോണിന്റെ ഉടമസ്ഥനെ പരിചയം ഉണ്ടെങ്കിൽ പറയണം. സാറേ, അത് ഞാൻ തന്നെ, ആ ഓട്ടോക്കാരൻ. ആ എടോ, തന്റെ ഓട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ കള്ളനെ പിടിക്കാൻ പൊക്കോണ്ടിരിക്കോ. ഉടൻ തന്നെ തരാം കേട്ടോ. ആ കള്ളം കൊണ്ടുപോയ വണ്ടിയുടെ ആളും എൻ്റെ കൂടെ ഉണ്ട്. ആണോ? നിങ്ങൾ സ്റ്റേഷൻ വല്ലതും പോയിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ? ഇല്ല. പോണോ? വേണ്ട, സ്റ്റേഷനിലൊന്നും പോണ്ട. എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. ഞാൻ ആ കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ തന്റെ ഓട്ടോയും അയാളുടെ കാറും തിരിച്ചു കൊടുത്തേക്കാം. സ്പോട്ടിൽ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. സ്റ്റേഷനിലൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അയ്യോ സാറേ, അത് എന്നാന്ന് വെച്ചാലേ ഞാനൊരു വഴിക്ക് പോകാൻ നിൽക്കുമായിരുന്നു. വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ടേ. പോരാത്തിന് ഒരാൾക്ക് കൊടുക്കാനുള്ള പാഴ്സലോ വണ്ടിക്കകത്തിരിക്കുക. അതെങ്ങാനും പോയാല്. എടോ, തന്റെ പാഴ്സൽ സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അതൊന്നും പേടിക്കണം, അതൊന്നും എവിടെയും പോയില്ല. എനിക്ക് കുറച്ച് സമയം കൂടെ താ. കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ തന്റെ വണ്ടിയും സാധനങ്ങളും അയാളുടെ കാറും അപ്പൊ തന്നെ തിരിച്ചു തരാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളോട് ഒരു കാര്യം ചെയ്യും, ആ ഭാഗത്ത് ആ കാറൊക്കെ ഉണ്ടോ നോക്കൊന്ന് അന്വേഷിക്ക്. അങ്ങനെ എന്തെങ്കിലും കാർ വല്ലതും കാണുവാണെങ്കിൽ എന്നെ വിളിച്ച് പറയണം കേട്ടോ. നിങ്ങളോടൊന്ന് സഹകരിക്കുക പ്ലീസ്. പിന്നെ സാറേ, ഹലോ. ഓ, കട്ടാക്കി. എന്താ ഏട്ടാ? എടാ, അങ്ങേരെ അന്വേഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും കള്ളനെ പിടിച്ചാൽ നമ്മുടെ വണ്ടി തരാമെന്നാ പറയുന്നത്. അയാൾ അന്വേഷിച്ചോട്ടെ, നമുക്കൂടെ പോയി അന്വേഷിക്കാം. എടാ, നമ്മളൂടെ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ, എടാ എനിക്ക് വീട്ടിലൊരു അത്യാവശ്യമുണ്ട്. ഞാൻ ചെന്നില്ല ശരിയാവത്തില്ല. അതാ. ഒന്ന് സഹായിക്കേട്ടാ. എനിക്കിത് ഈ നാട്ടിൽ വേറോടും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല, എനിക്ക് ഇവിടുത്തെ ആരും അറിയാനും പാടില്ല. ഞാൻ പോയി അന്വേഷിക്കാൻ വെച്ചാൽ എനിക്കിവിടുത്തെ വഴി അറിയില്ല. പിന്നെ തമ്പാച്ച അറിഞ്ഞാൽ അറിയാലോ, എന്നെ കൊല്ലും. ശരിയാ, കാലമണ്ണ ചെയ്യും. അതാ, ഒന്ന് സഹായിക്കേട്ടാ പ്ലീസ്. നീ വിഷമിക്കാതെ. ഞാൻ എൻ്റെ കാര്യം ഒന്ന് ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഒന്ന് വിളിച്ചു നോക്കാം. ജോസിയുടെ നമ്പർ ബേബിയുടെ കാണും. എടാ ബേബി, നമ്മുടെ ചീരക്കുഞ്ഞല്ലേ ജോസിയുടെ നമ്പർ തന്നെടാ. ആടാ, ഈ രണ്ടാമത്തെ നമ്പർ. ചേട്ടാ ഒന്ന് പെട്ടെന്ന് ആക്കണേ. നീയൊന്ന് അടങ്ങ്, ഞാനൊന്ന് നോക്കട്ടെ. അതെ, എന്താ പ്രശ്നം? എൻ്റെ പൊന്നേട്ടോ ഒന്നും പറയണ്ട. ഞാൻ ചേട്ടനെ തമ്പാനറിയോ? നമ്മുടെ തമ്പാച്ചൻ. എന്നാ പറ്റിയേ? ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. പറഞ്ഞു ഞാൻ.